ഹലോ, വെൽക്കം ബാക്ക് ടു അനൂസ് ഓൺ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ദിവസം പടിഞ്ഞാറത്തറ ഗാല മഹോത്സവത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഒട്ടും പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. തലേദിവസം ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് ഗാല കാണാൻ പോയാലോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ പോയേക്കാന്ന് കരുതി. മക്കളെല്ലാവരും ഞങ്ങൾ ഫാമിലി ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടാണ് അതാ പോകുന്ന കറുപ്പ് ഷർട്ട് ധരിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ ബ്ലാക്ക് മമ്മിക്ക് ഒരു സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടൊക്കെ ആട്ടോ കൊണ്ടുപോയതിട്ട് ഞാൻ കറുപ്പ് ചുരിദാറും ഇട്ടു. അപ്പം മൊത്തത്തിൽ ബ്ലാക്കിൽ പോകാനായിട്ടൊരു കൊതി തോന്നി, അങ്ങനെ പോയതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല തിരക്കാണ്. കാരണം നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഗാല സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. മക്കളിത് ഏതിൽ കയറുമെന്നിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. കാരണം അവർക്ക് എല്ലാ റൈഡ്സിലും കയറണം. പിന്നെ ഞാൻ നോക്കിയിട്ട് ഓരോ റൈഡിനും ഓരോ റേറ്റാണ്. 100 റുപ്പീസ്, 60 റുപ്പീസ്, 80 അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ പപ്പ ചോദിക്കുക, മീൻസ് അച്ചാച്ചൻ കേട്ടോ, അച്ചാച്ചൻ ചോദിക്കുക നിങ്ങൾ അധികം നമുക്ക് നോക്കാം കേട്ടോ, ഇന്ന റൈഡിലൊക്കെ അച്ചാച്ചൻ പറയുന്ന റൈഡിലൊക്കെ കയറിയാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളൊന്ന് കൊണ്ടുപോയത്. അങ്ങനെ കണ്ടോ ആട്ടുതൊട്ടിൽ കയറാനേ പണ്ട് മുതൽ എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ലേ. മക്കൾക്ക് ഹസ്ബൻഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ഷാനൂട്ടന് ആട്ടുതൊട്ടിൽ കയറുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇതാ പിന്നെ ബുക്കിങ്ങിന് 100 രൂപയാണ്. വെയിറ്റ് ചെയ്തിരിക്കുക അവിടെ. അപ്പം ഞാൻ ചോദിച്ചു, ഷാനൂട്ടാ മോൻ കയറണോ? വേണ്ടല്ലോ, മോന് പേടിയല്ലേ എന്നൊക്കെ ചോദിച്ചു. എവിടെ, ഭയങ്കര ധൈര്യശാലിനെ പോലെ ഇരിക്കുകയാണ് 3 പേരും, അശ്വിനും മെബിനും ഷാനും കേട്ടോ, എൻ്റെ പൊന്നോമന മക്കളെ. ഞാൻ ഷാനൂട്ടനോട് ഒന്നും കൂടെ ചോദിച്ചു, മോനൂട്ടാ എടാ വാ മോന് പേടിയാവില്ലേ? ഇല്ല എനിക്ക് നല്ല ധൈര്യമാണെന്ന്. ഇതാ പോയിട്ടുണ്ട് കേട്ടോ, അപ്പനും മക്കളും കൂടെ ആട്ടുതൊട്ടിൽ കയറാൻ വേണ്ടി പോയിട്ടുണ്ട്. പണ്ടൊക്കെ പള്ളിക്കുന്ന് പള്ളിയിലാണെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആട്ടുതൊട്ടിലൊക്കെ കാണാറുണ്ട്. ഇതാ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ശ്രീദർശും കൂട്ടുകാരി സമൃദ്ധി കേട്ടോ, ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മക്കൾ ഭയങ്കര സന്തോഷത്തിലിരുന്ന് ഇതാണ്ടേ ആട്ടുതൊട്ടിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ താരങ്ങളൊക്കെ അതിനകത്താണേ. വീഡിയോയിൽ അധികം ഒന്നും സൂം ചെയ്തൊന്നും അങ്ങനെ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഇതാ തിരിച്ചു വരുന്ന നമ്മുടെ മക്കളാണേ. അടുത്തൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൈഡാണ്. ആ ഒരു സ്ലൈഡിൽ കയറിയിട്ടില്ലായിരുന്നു മക്കൾ. പിന്നെ ഇതിൽ കയറിയതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. എനിക്ക് അർജൻറ്റായിട്ടൊരു കോൾ വന്നുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്തത് മരണക്കിണർ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം മൊബൈൽ ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു. അവിടെ കയറി കഴിയുമ്പോൾ എങ്ങാനും മൊബൈൽ താഴെ വീണ പോയില്ലേ, പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും തോന്നിയില്ല. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്കൊക്കെ കൺഗ്രാജുലേഷൻ പറഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ റൈഹാനത്ത് ആൻറ്റീനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ്ട് നെക്സ്റ്റ് നമ്മൾ കുറച്ച് പക്കാവടയൊക്കെ മേടിച്ചു. ഇത് 3ാമത്തെ ട്രിപ്പാണ് കേട്ടോ പക്കാവട. അത് കഴിഞ്ഞ് ഇതാ ഫാൻസി കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ വെറുതെ നോക്കിയെന്നുള്ളൂ, ഞാൻ മേടിച്ചൊന്നുമില്ല കേട്ടോ. കുറച്ച് ഫാൻസി ഐറ്റംസ്, ഒരുപാട് കുപ്പിവളകളൊക്കെ നമ്മൾ പണ്ട് പള്ളിക്കുന്ന് പള്ളിയിലും ഇങ്ങനെ ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോഴേ കുപ്പിവളകൾ നമുക്ക് ഭയങ്കര വീക്ക്നെസ് ആണല്ലോ. ഇട്ടില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കാണണം, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഒരുപാട് കുപ്പിവളയുടെ കളക്ഷനൊക്കെ നമുക്കുണ്ടായിരുന്നല്ലോ അല്ലേ. പിന്നെ അതാ നമ്മുടെ സുന്ദരി കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നേ. കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം എന്തായാലും വന്നതല്ലേ, ഇന്നത്തെ നൈറ്റ് നമുക്ക് കുറേ സമയം ഇവിടെ ചെലവഴിക്കാമെന്ന് കരുതി കുറച്ച് സമയം ഡാൻസൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ നിന്നു. എല്ലാവരും ഒരുപോലെ കളിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. എല്ലാവരുടെയും നല്ല അടിപൊളി ഡാൻസ് ഉണ്ട്, നല്ല പെർഫോമൻസ്. നമ്മുടെ നസീമത്തേനെയും നമ്മുടെ അമാലൂട്ടനെയും കണ്ടു അവിടെ വെച്ച്. അമാലൂന് ഭയങ്കര നാണമായിരുന്നു കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ, അനു മിസ്സിനെ കണ്ടപ്പം. അങ്ങനെ കുറച്ച് സമയം അത് കഴിഞ്ഞിട്ടതാ ഏറ്റവും ലാസ്റ്റ് ഒന്നും നോക്കിയില്ല, 2 കിലോ ചെറുനാരങ്ങയും വാങ്ങി, 2 കിലോ ആപ്പിളും വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ നോക്കുക. പിന്നെ അതിനുമാത്രം സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല, എങ്കിലും ഇതൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക്. ബൈ.